പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് CPIM-നും LDF-നുമെതിരായ സംഘടിത ഗൂഢാലോചനയെന്ന് LDF കൺവീനർ EP ജയരാജൻ. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ BJP-യിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത നൽകും? ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല. TG നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ EP ജയരാജൻ വ്യക്തമാക്കി. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാ ഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. അങ്ങനെ വന്നു, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമായി യാതൊരു അടുപ്പവുമില്ല. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ പിന്നെ ഈ ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൂർണ്ണമായും LDF-നെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിയമ നടപടിക്ക് കടക്കില്ല. മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശമെന്നും EP ജയരാജൻ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ? അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് EP പറഞ്ഞില്ല, മറുപടി പറയാതെ മാറിയുന്നു. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ, അവരുടെ സൃഷ്ടിയിൽ ചർച്ച നടത്തി എന്നിട്ട് വേണമെങ്കിൽ പലതും അതിനോട് കൂട്ടിച്ചേർക്കും. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അവരിപ്പോൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരും എന്തെങ്കിലും വിളിച്ചു പറയുന്നത്, ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ദീപക് ധർമ്മടൻ ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, 24 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് ദീപകിനോട് കാര്യങ്ങൾ EP ജയരാജൻ തുറന്നു പറഞ്ഞത്. നിലവിലുള്ള വിവാദങ്ങൾ, അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയും, തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുകൂടി EP സൂചിപ്പിക്കുന്നു. അപ്പോൾ നാളത്തെ യോഗത്തിൽ, സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും. എന്നാൽ ഒരു തിരിഞ്ഞൊരു ആരോപണത്തിനോ അല്ലെങ്കിൽ മത്സരിക്കാനോ EP ഇല്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. പാപി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പോലും ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞൊഴിയുകയാണോ EP? EP-ക്കെതിരെ കൃത്യമായ ഒരു വ്യക്തിഹത്യാ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി തന്നെ വിവരിക്കുന്നത്. അതിൽ K സുധാകരൻ ഒരു പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും, ഇത് കൂടാതെ ചില മുതിർന്ന പത്രപ്രവർത്തകരും ആ ഗൂഢാലോചനയിലുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ EP-യിലേക്ക് എത്തുന്നത് അവരുടെ വലിയ ഒരു ഗൂഢാലോചന പൊളിഞ്ഞതിന് ശേഷമാണ്. അതായത് ഇടതുമുന്നണിക്കെതിരെ തെരഞ്ഞെടുപ്പ് തലേ ദിവസം ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു. അതിൻ്റെ ചില സൂചനകൾ കൂടി EP നൽകി. അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുക ഉൾപ്പെടെ നടത്തി. പക്ഷേ എന്നാൽ തോമസ് ഐസക്കിനെതിരെയുള്ള ഒരു ഗൂഢാലോചന നടന്നപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ അത്തരത്തിൽ പോയാൽ അത് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അപഖ്യാതിയായി മാറി കേസായി മാറും എന്ന് പറയുന്നു. അതിൽ നിന്നും പിന്മാറുന്നു. ഏറ്റവും ഒടുവിൽ EP-യെ വേട്ടയാടുകയായിരുന്നു. അതിനുവേണ്ടിയാണ് 1 വർഷവും 2 മാസവും മുൻപ് നടന്ന ഒരു 5 മിനിറ്റ് കൂടിക്കാഴ്ചയെ ഈ തരത്തിൽ BJP-യിലേക്ക് പോകും എന്ന് പറഞ്ഞുള്ള ഒരു നുണപ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഇത് കൃത്യമായ ആസൂത്രിതമായ ഗൂഢാലോചനയാണ്
എന്നുള്ളതാണ് ഇ പി പറയുന്നത്. അതിനാണ് ആദ്യം സുധാകരൻ പറയുന്നു, തൊട്ടുപുറകെ നന്ദകുമാർ പറയുന്നു, പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. യഥാർത്ഥത്തിൽ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ജാവ്ദേക്കർ ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രം വീട്ടിലൊന്ന് ഇരുന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലേ പോവുകയായിരുന്നു. മറ്റൊന്ന് സൗഹൃദം, ഞാൻ പല നേതാക്കളെയും കാണുന്നുണ്ട്, താങ്കളെ ഇതുവരെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറുകയായിരുന്നു ഉണ്ടായത്. എന്നാൽ അതിനെയാണ് BJP-യിലേക്ക് പോകുമെന്ന് പറയുന്നത്. മാത്രവുമല്ല ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. 99, 98 കാലഘട്ടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷം, അതായത് CPM BJP സംഘർഷം നടന്ന കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു EP ജയരാജൻ. ആ കാര്യം ജയരാജൻ അഭിമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3 പ്രാവശ്യം RSSന്റെ വധശ്രമത്തിനിരയായ ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ BJP-യിലേക്ക് പോകുമെന്ന് പറയുന്നതിൽ നിങ്ങളത് ശരിവെക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുകൂടി EP ചോദിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ എല്ലാ വിവാദ വിഷയങ്ങളിലും EP കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പ്രജിൻ, ശരി. ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.